ഇപ്പം നല്ല വെയിലുള്ള സമയമല്ല, അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് മല്ലിയും മുളകൊക്കെ ഒന്ന് ഉണക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ സാദാ മുളകും കുറച്ച് കാശ്മീരി മുളകും കൂടാണ് കേട്ടോ മിക്സാക്കി വെയിലത്തിട്ടേക്കുന്നത്. കഴുകിയിട്ടാണ് നമ്മൾ ഉണക്കാനായിട്ട് ഇട്ടിട്ടുള്ളത്. മല്ലിയും അതുപോലെ തന്നെ കഴുകിയിട്ടാണ് നമ്മൾ ഉണക്കാൻ വേണ്ടി ഇട്ടിട്ടുള്ളത്. നല്ല വെയിലുള്ള സമയത്ത് മാത്രമാണ് നമ്മളിങ്ങനെ കഴുകി എടുക്കുന്നത്, അല്ലെങ്കിൽ ഉണങ്ങി കിട്ടത്തില്ല. പിന്നെ മല്ലിയും മുളകും വറുക്കുന്ന കാര്യമൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതൊക്കെ നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളായതുകൊണ്ട് എല്ലാവർക്കും അറിയാം. എങ്കിലും നമ്മൾ ഇവിടെ എങ്ങനെയാണ് അത് വറുത്തെടുക്കുന്നതെന്ന് ഒന്ന് കാണിക്കാൻ കൂടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ഒന്ന് കാണിക്കുന്നത്. അപ്പോൾ അത് എല്ലാം നല്ല രീതിയിൽ ഉണങ്ങി വന്നിട്ടുണ്ട് മല്ലിയും മുളകും. അപ്പോൾ നമ്മൾ വിറകടുപ്പിനകത്തൊരു ഉരുളി വെച്ചിട്ട് അതിനകത്തോട്ടിട്ടാണ് വറുക്കാൻ പോകുന്നത്. ചെറിയ തീയിലിട്ടിട്ടാണ് കേട്ടോ വറുക്കുന്നത്. നല്ല തീയിലായാൽ കരിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ മല്ലി എല്ലാം കൂടി അതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട്. ഒരു തവണ ഇടാനുള്ള മല്ലിയേ ഉള്ളൂ. അപ്പോൾ അതിട്ടിട്ട് നമ്മൾ നല്ല രീതിയിലൊന്ന് വറുത്തിട്ട് പിന്നെ കുറച്ച് കുരുമുളകും ഇതുപോലെ നമ്മൾ കഴുകി ഉണക്കി വെച്ചേക്കുന്നതാണ്. അതിൽ നിന്ന് ഒരു പിടി കുരുമുളകും കൂടി അതിനകത്തോട്ട് മല്ലി ഒരു ചെറിയ ചൂടാകുമ്പോൾ നമ്മളിതൊന്ന് ഇട്ട് കൊടുക്കണം. അതിനുശേഷം പിന്നെ നമ്മളൊരു സാധനം കൂടി ഇടുന്നുണ്ട്. ഉലുവയാണ്. ഇപ്പോൾ 1 കിലോ മല്ലിയാണ് എടുത്തേക്കുന്നത്. അതിന് ഒരു 100 ഗ്രാം ഉലുവയാണ് കേട്ടോ ചേർക്കുന്നത്. അതും കൂടി ഒന്ന് ഇട്ടിട്ട് നല്ല രീതിയിലൊന്ന് ചെറിയ തീയിൽ ഒന്ന് ചൂടാക്കി കൊടുക്കണം. പിന്നെ ഗ്യാസ് അടുപ്പിൽ വെക്കുന്നതിനെക്കാട്ടി ഇത് വിറകടുപ്പിൽ വെക്കുന്നതാണ് നല്ലത്. അതാകുമ്പോൾ ആ കനലിൻ്റെ ചൂട് തട്ടിയിട്ട് നല്ല രീതിയിൽ നമുക്കൊരു ഒട്ടും കരിഞ്ഞൊന്നും പോകാതെ തന്നെ കിട്ടും. അപ്പോൾ നമ്മളിവിടെ മല്ലിയും മുളകും വറുക്കുന്നത് അടുപ്പിൽ തന്നെയാണ്. അപ്പോൾ അതിന് ശേഷം പിന്നെ മുളക് ഇപ്പോൾ 2 തവണ ഇടാൻ വേണ്ടിയിട്ടുള്ള മുളകുണ്ട്. ഇതിപ്പോൾ 1.5 കിലോ മുളക് മൊത്തത്തിലുണ്ട്. 1/2 കിലോ കാശ്മീരി സാദാ മുളക് 1 കിലോയും. അപ്പോൾ അത് ഒരു 2 വെട്ടായിട്ടേ നമുക്ക് വറുത്തെടുക്കാൻ പറ്റുള്ളൂ. അതും ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 വെട്ടായിട്ട് നമ്മളത് വറുത്തിട്ട് ഈ മല്ലിയും മുളകും ഒക്കെ ഒന്ന് തണുക്കാനായിട്ട് വെക്കണം. അതിന് ശേഷമാണ് കേട്ടോ നമ്മളത് കവറിലോട്ടാക്കിയിട്ട് മില്ലിലിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് പൊടിക്കാനിട്ടേക്കുവാണ്. പൊടിച്ചെടുത്തതിന് ശേഷം നമ്മളത് കൊണ്ടുവന്നിട്ട് നമ്മുടെ ആവശ്യത്തിന് കുറച്ച് എടുത്തിട്ട് ബാക്കി നമ്മൾ കവറോട് കൂടി തന്നെ തണുപ്പിച്ചിട്ട് നല്ല രീതിയിൽ തണുത്തതിന് ശേഷമാണ് കേട്ടോ നമ്മളൊരു പാത്രത്തിൽ ഇതുപോലെ വെച്ചിട്ട് ഒന്ന് കെട്ടി വെച്ചിട്ടാണ് കേട്ടോ അടച്ചു വെക്കുന്നത്. പിന്നെ നമുക്ക് തീരുന്നതനുസരിച്ച് എടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ളത് ഒരു ടിന്നിലോട്ട് സ്ഥിരം നമ്മൾ എടുക്കുന്ന രീതിയിൽ മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ മല്ലിയും നമ്മൾ ഉപയോഗിക്കുന്ന ടിന്നിൽ കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ട് ബാക്കി നമ്മൾ അതുപോലെ തന്നെ തണുപ്പിച്ച് ഇങ്ങനെ ഒരു പാത്രത്തിലിട്ട് അടച്ച് വെക്കുകയാണ്. അപ്പോൾ നമുക്കിനി ഇത് തീരുന്നതനുസരിച്ച് ആവശ്യത്തിനനുസരിച്ച് എടുക്കാൻ പറ്റുന്നതാണ്. മുളക് വറുക്കുന്നതിൽ നമ്മൾ ഒന്നും ചേർത്തിട്ടൊന്നുമില്ല. പക്ഷേ മല്ലി വറുക്കുന്നതിൽ നമ്മൾ ഇതുപോലെ ഈ 2 ഐറ്റം സാധനങ്ങളൂടെ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കറികളൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക്. അപ്പോൾ എല്ലാവരും അതുപോലെ ഒന്ന് പൊടിച്ച് നോക്കുക. വീഡിയോ ഉപകാരപ്രദമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് ചെയ്യാനും അതുപോലെ കമൻറ്റുകളുണ്ടെങ്കിൽ അറിയിക്കാനും ആരും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോസ്.